RSS അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാൻ മുൻ LDF സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയും UDFും എന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. LDF സർക്കാർ PM-ശ്രീ നടപ്പാക്കുകയല്ല ചെയ്തത്, പദ്ധതിയുടെ ഭാഗമാകില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിക്കുകയാണ് ചെയ്തത്. നേരത്തെ ധാരണാപത്രം ഒപ്പിട്ടത് തടഞ്ഞുവെച്ച SSK ഫണ്ടിന് വേണ്ടിയാണ്. അത് കിട്ടിയ ഉടൻ ധാരണാപത്രം റദ്ദാക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകിയെന്നും രാഗേഷ് വ്യക്തമാക്കി. PM-ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നുണകൾ ആവർത്തിക്കുന്നു എന്നു പറഞ്ഞ് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് UDFിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. സംഘപരിവാർ അജണ്ടയ്ക്ക് UDF വഴങ്ങുകയാണെന്ന് രാഗേഷ് കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ വഞ്ചനയെ ന്യായീകരിക്കാൻ UDFും മുഖ്യമന്ത്രിയും നിരത്തുന്ന വാദങ്ങൾ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. മുൻ LDF സർക്കാർ PM-ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് പിന്മാറാൻ കഴിയില്ല എന്ന നിലപാട് പച്ചക്കള്ളമാണെന്ന് രാഗേഷ് വ്യക്തമാക്കി. 2022 PM-ശ്രീ ആരംഭിച്ചതു മുതൽ കേരളം എതിർത്തു. പദ്ധതിക്ക് 40% ഫണ്ട് മുടക്കേണ്ടതില്ലെന്ന് കേരളം തീരുമാനിച്ചു. എന്നാൽ ഫെഡറൽ തത്വം കാറ്റിൽ പറത്തി അർഹതപ്പെട്ട SSK ഫണ്ട് തടഞ്ഞുവെച്ചപ്പോൾ PM-ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ കേരളം നിർബന്ധിതമായി. അങ്ങനെ ചെയ്തപ്പോൾ പോലും PM-ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു നിബന്ധനയും കേരളം അംഗീകരിച്ചിരുന്നില്ല. PM-ശ്രീ വഴി NEP അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം വ്യക്തമായതോടെ ഒപ്പിട്ട് 20-ാം ദിവസം LDF സർക്കാർ ധാരണാപത്രം പൂർണ്ണമായും മരവിപ്പിച്ചു. ഇക്കാര്യം ഡൽഹിയിലെത്തി വിദ്യാഭ്യാസ വകുപ്പിന്റെ അധികൃതർ തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. കേന്ദ്ര സർക്കാർ തന്നെ രാജ്യസഭയിൽ UDF അംഗങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി PM-ശ്രീയിൽ കേരളം ഇല്ല എന്ന് തുറന്നു പറഞ്ഞു. ഫണ്ട് വാങ്ങിയിട്ടില്ല എന്നും വ്യക്തമാക്കി. എന്നിട്ടും LDF സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് അതുമായി മുന്നോട്ടു പോകുന്നു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും KK രാഗേഷ് ചോദിച്ചു. PM-ശ്രീ അടിച്ചേൽപ്പിച്ച് സംഘപരിവാറിന് കേരളത്തെ തീരെഴുതി കൊടുക്കുകയാണ് UDFിന്റെ രഹസ്യ അജണ്ടയെന്നും KK രാഗേഷ് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.